ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഫ്രാൻസ് ടു ഇറ്റലി ട്രിപ്പിലാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല, നമുക്ക് ഫുൾ വർക്കും തിരക്കും ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം പുതിയൊരു റൂട്ടാണ് പോകുന്നത്. നമ്മൾ മൗണ്ട് ലൂക്കോ എന്ന് പറയുന്ന ഒരു ടണൽ വഴിയാണ് നമ്മൾ മൗണ്ട് ബ്ലാങ്ക് എന്ന ടണൽ വഴിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഫ്രാൻസ് ടു ഇറ്റലി നമ്മളെ യാത്ര. ഇത്രയും കാലം നമുക്ക് നമ്മുടെ കമ്പനി 3 റൂട്ടാണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. ഒന്ന് നോർമലി നമ്മൾ ഹൈവേ ത്രൂ നമ്മൾ ഇറ്റലിക്ക് നമ്മൾ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ദെൻ അടുത്തൊന്നെന്ന് പറയുന്നത് നമുക്ക് ഫ്രെഡ്ജസ് എന്ന് പറയുന്ന ഒരു ടണലുണ്ട്. ഒരു 16 കിലോമീറ്റർ ദൂരമുള്ളൊരു ടണലുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഫ്രാൻസ് ടു ഇറ്റലി നമുക്ക് ആ ടണൽ വഴി പോകാം. ഇതൊരു 3ാമത്തെ റൂട്ടാണ്. ഇതും വേറൊരു ടണലാണ്, മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ടണലാണ്. ഈ ടണലും നമ്മൾ ഡയറക്റ്റ് ഫ്രാൻസ് ടു ഇറ്റലി, നമ്മൾ സ്വിറ്റ്സർലാൻഡിനെ ചുറ്റിയും കൊണ്ടാണ് നമ്മൾ ഇറ്റലിക്ക് പോകുന്നത്. അതായത് ഇതിൻ്റെ ഇടയിൽ ജർമ്മനി, ഓസ്ട്രിയൻ്റെ ഇടയിൽ സ്വിറ്റ്സർലാൻഡ് കിടക്കുന്നുണ്ട്. അതിൻ്റെയും പുറത്തുകൂടെ നമ്മൾ സ്വിറ്റ്സർലാൻഡിനെ ചുറ്റിയാണ് നമ്മൾ ഇറ്റലിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറ്റലിക്ക് പോവുകയാണ്. നമുക്ക് ഇറ്റലിയാണ് ഡെലിവറി. ഈ റോഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റോഡ് വരുന്നത്. ഇത് കുറേ നമുക്ക് ഡി റോഡുകളാണ്, ചെറിയ ചെറിയ റോഡുകളാണ്. ഇത് ജനീവ വഴിയാണ് നമ്മൾ പോവുക. ഇറ്റലി ജനീവ എന്ന് പറഞ്ഞൊരു സിറ്റി വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അടിപൊളി വെതറും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെ സീനറി ഒക്കെ അടിപൊളി, സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന ടൈപ്പ് റോഡുകളാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ അടിപൊളി. അതേപോലെ തന്നെ നല്ല മൗണ്ടെയിൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്കിനി 50 മിനിറ്റ് ഓടിക്കാനുള്ളൂ. നമുക്ക് അടുത്ത പാർക്കിംഗ് കയറി നിർത്തണം. നമ്മുടെ ബാക്കിൽ നമ്മൾ തന്നെ ഒരു കൊളീഗ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ റൂട്ടാണ്. അപ്പം കൊളീഗിനെ വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പോവാട്ടോ. ജനീവ എയർപോർട്ടോ എന്തോ ഉണ്ട്, വലിയ എയർപോർട്ടോ എന്തോ ഉണ്ട്. നമ്മൾ നേരത്തെ ബോർഡ് കണ്ടു, ജനീവ എന്ന് പറഞ്ഞു. ഈ റോഡ് എന്ന് പറയുന്നത് A41 ആണ്, A40 കേട്ടോ. A40 ആണ് നമ്മളെ റോഡിൻ്റെ നമ്പർ. ജനീവ 37 കിലോമീറ്റർ. 37. സമയം രാവിലെ 9 മണിയായിട്ടോ. നമ്മൾ രാവിലെ 5 മണി 5:15 എടുത്തു. 4 മണിക്കൂർ ആവാനായി, ഏകദേശം 3 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാർക്കിംഗ് ഇതാ ഇത്രയും സ്പേസ് കിടക്കുന്നുണ്ട്. 3 സ്ഥലത്ത് കിടക്കുന്നുണ്ട്. 20 കിലോമീറ്ററിലൊന്നുണ്ട്, 14 കിലോമീറ്ററിലൊന്നുണ്ട്, 8.6 നമുക്ക് 8.6 പാർക്കിങ്ങിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പം നമ്മൾ കൊളീഗ് ബാക്കിൽ ഒരു 20 കിലോമീറ്റർ ബാക്കിലാണ്. അപ്പം കൊളീഗിന് ഓടി എത്തണമെങ്കിൽ ടൈം ഉണ്ടാവില്ല. അതായത് നമുക്ക് കണ്ടിന്യൂസ്ലി 4.5 മണിക്കൂറേ ഓടിക്കാൻ പാടുള്ളൂ. ഞാൻ ഏകദേശം 4 മണിക്കൂറായി. അപ്പം ബാക്കിലുള്ള കൊളീഗ് കൂടി ഓടിച്ച് ഇവിടെ എത്തണമെങ്കിൽ അവന് ടൈം വേണം. അപ്പം നമ്മൾ അടുത്ത കാണുന്ന ഫസ്റ്റ് പാർക്കിങ്ങിൽ നിർത്താനാണ് നമ്മളെ പ്ലാൻ ഉണ്ടോ. നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോലെയെന്ന് ഞാൻ പറഞ്ഞില്ല. ഏകദേശം വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫ്രാൻസാണ്, നമ്മൾ ഇറ്റലി കയറിയിട്ടില്ല. കയറ്റം നമുക്ക് ഫീൽ ചെയ്യില്ല, വീഡിയോയിൽ ഫീൽ ചെയ്യില്ല. പക്ഷേ വണ്ടി വലിയില്ല. അങ്ങനെയാണ് നമ്മൾ കയറ്റം. ഇത് നമുക്ക് ഇന്നല്ല, നാളെയാണ് ഡെലിവറി. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ആ മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ടണൽ കഴിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യണം, ടണൽ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. എന്നിട്ട് നാളെ രാവിലെ എടുത്ത് പോകണം. നമുക്ക് 8 മണിക്കാണ് ഡെലിവറി. മണി 6.4 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. 6.4.
ചെറിയ ചെറിയ ഇങ്ങനത്തെ ടണലുകൾ കുറേ ഉണ്ട്. അങ്ങോട്ടൊരു വൺ വേ ആണ്, ടണൽ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ടണലുണ്ട്. ഇവിടെ നമുക്കൊരു ഡിസ്റ്റൻസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ 200 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം രണ്ട് വണ്ടി തമ്മിൽ. കഴിഞ്ഞ ദിവസം നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഫൈൻ കിട്ടിയായിരുന്നു. 50 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തതിന് നമുക്ക് 40 യൂറോ ഫൈൻ കിട്ടിട്ടോ. നമ്മൾ അവിടെ 50 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ 40 മീറ്ററേ കീപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 40 യൂറോ ഫൈൻ കിട്ടി. ഓക്കെ.